Thank Okay. you. Okay. Hemlata ma'am, shall we start? Yeah, okay. Okay. Good evening, all dears. ഞാൻ ഹേമലത, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാനൊരു ടീച്ചറും പ്രിൻസിപ്പലും ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ ഞാൻ വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 24ാം ബാച്ചിലെ അംഗമാണ്. 24ാം ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ തന്നെ ബാച്ച്മേറ്റ് ആയ ശ്രീമതി സബീല അനൂപാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത്, നമുക്ക് സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. ഞാൻ ഈ ട്രെയിനിങ് മേഖലയിലേക്ക് വരാൻ കാരണം തന്നെ CWCയിലെ ജോലി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ജോലി ചെയ്ത് വരുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ കാണേണ്ടി വന്നു. അങ്ങനെ അവർക്ക് സ്വന്തം സാധ്യതകളെ കുറിച്ചൊന്നും തിരിച്ചറിയാതെ, അവരുടെ പോസിബിലിറ്റീസിനെ തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ വിധേയരാകുന്നവരെ ഏതെങ്കിലും രീതിയിൽ കുറച്ചൊക്കെ ബോധവൽക്കരണം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ വിംബിൾ അക്കാഡമിയെ കുറിച്ച് അറിയുകയും അതിലെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന് ചേരുകയും ഫൈസൽ സാറും അർച്ചന മാഡവും നല്ല രീതിയിൽ ഞങ്ങളെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യവും എല്ലാം തന്നു. തീർച്ചയായിട്ടും താങ്ക് യു ഫൈസൽ സർ ആൻഡ് അർച്ചന മാഡം. ഇന്ന് നമുക്ക് സെഷൻ കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ തന്നെ ബാച്ച്മേറ്റ് ആയ ശ്രീമതി സബീല അനൂപാണ്. സബീല റൈറ്റ് പാത്ത് ഗ്ലോബൽ സ്കൂൾ മൂവാറ്റുപുഴ അവിടെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുകയാണ്. 2009 മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. അധ്യാപിക, വിദ്യാഭ്യാസ വിദഗ്ധ, മെന്റർ, അക്കാഡമിക് ലീഡർ എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ അവര് ഇംഗ്ലീഷിൽ MA, MCA, സൈക്കോളജി MA, ഇംഗ്ലീഷിലും കൊമേഴ്സിലും BEd എന്നീ യോഗ്യതകളൊക്കെ നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, ഭാഷ, മനഃശാസ്ത്രം എന്നീ മേഖലകളെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന വൈവിധ്യമാർന്ന ഒരു അറിവ് അവരെ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകയാക്കി മാറ്റുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ അവർ CBSE റിസോഴ്സ് പേഴ്സൺ ആണ്. അധ്യാപക പരിശീലനത്തിലും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിവിധ പ്രവർത്തനങ്ങളിലും സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കുട്ടികൾ, കൗമാരക്കാർ, മാതാപിതാക്കൾ, യുവാക്കൾ, മുതിർന്നവർ തുടങ്ങി വിവിധ പ്രായക്കാരായ ആളുകൾക്ക് കൗൺസിലിംഗ് സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിഷയം നമ്മൾ പവർ ഓഫ് പോസിബിലിറ്റി എന്നതാണ്. നമ്മൾ പവർ ഓഫ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം സംസാരിക്കാൻ വരുന്ന സബീല മാം തന്നെ പറയുന്നത് പോലെ നമുക്ക് ഭാവി, ഇന്നത്തെ നമ്മളെ വെച്ചിട്ടല്ല നമ്മൾ ഭാവി കാണേണ്ടത്. നമുക്ക് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ സബീല മാമിന് കഴിയും. ഉദാഹരണത്തിന് നമ്മളൊരു വിത്ത് എടുത്താൽ ആ വിത്ത് വളരെ ചെറുതാണ്. വിത്ത് തന്നെ വിചാരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷെ വിത്ത് വളർന്നാണ് വലിയൊരു വൃക്ഷമായി മാറുന്നത്. അപ്പൊ ആ വൃക്ഷമാകാനുള്ള പോസിബിലിറ്റി, പൊട്ടൻഷ്യൽ എല്ലാം അതിനുള്ളിലുണ്ട്. അങ്ങനെ നമ്മളെ ഇന്നിനെ കണ്ട് നമ്മളെ വിലയിരുത്താതെ നമ്മളിലുള്ള സാധ്യതകളെല്ലാം കണ്ടെത്തി ഉയരങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും നൽകാൻ സബീല മാഡത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് സബീല മാം. സബീല മാമിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് മാം. Thank you so much, Hema ma'am, for the beautiful introduction. May God bless you. Good evening, all. ഇന്ന് നമ്മുടെ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുന്നവർ പലരും പലയിടങ്ങളിൽ ഇരുന്നാണ് ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെ? പല വിഭാഗത്തിലുള്ളവര്, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവര്, സ്വതന്ത്രമായി ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവർ, അങ്ങനെ പല പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല ആളുകളെ കാണാറുണ്ട്, അല്ലെ? ചിലരെ നമുക്ക് കാണുമ്പോൾ ഒരു വളരെ വിജയിച്ചവരായിട്ട് തോന്നും, ചിലരെ കാണുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടും നമുക്ക് തോന്നും. മാഡം നേരത്തെ ഹെമ മാം ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ സംസാരിച്ചതുപോലെ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഒരു ട്രെയിനർ എന്നുള്ള നിലയിലൊക്കെ ആളുകളെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എല്ലാവരിലും പലതരത്തിലുള്ള കഴിവുകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ലോകം ഇതുവരെ കാണാത്ത സാധ്യതകൾ ഓരോ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ്.
ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി പറയാനുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ജീവിതാനുഭവങ്ങളായിരിക്കും. യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദ പവർ ഓഫ് പോസിബിലിറ്റി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഘടകം എന്താകാം? പണമാണോ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റസ് ആണോ, നമ്മുടെ സ്ഥാനമാനങ്ങളാണോ ജീവിതം മാറ്റിമറിക്കുന്നത്? അല്ലെങ്കിൽ ഒരാളുടെ ടാലന്റ്, എബിലിറ്റി, ഇതൊക്കെയാണോ ജീവിതം മാറ്റിമറിക്കുന്നത്? അതാകണമെന്നില്ല അല്ലെ. എന്നാൽ ആ ജീവിതം മാറി മറിയുന്നത് ഒരാൾ തൻ്റെ ഉള്ളിലുള്ള പോസിബിലിറ്റീസിനെ, സാധ്യതകളെ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ്. ഞാനപ്പോ ഈ സെഷൻ തുടങ്ങാൻ പോകുന്ന ഒരു ചെറിയ കഥയിലൂടെയാണ്. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മാഡം പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഇൻട്രോഡക്ടറി സ്പീച്ചിൽ പറഞ്ഞു, എങ്കിൽ പോലും ഒഫീഷ്യലി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം സബീല അനൂപ്, പ്രിൻസിപ്പൽ ഓഫ് റൈറ്റ് പാത്ത് ഗ്ലോബൽ സ്കൂൾ. I'm acting as the principal as well as a CBSE resource person. I'm a counseling psychologist and a trainer. So, കഥയിലേക്ക് പോകുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു ചെറിയ കടൽത്തീര ഗ്രാമത്തില് ഒരു കുട്ടി ജീവിച്ചിരുന്നു. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഉണരും. മറ്റു കുട്ടികൾ, തന്നോടൊപ്പമുള്ള മറ്റു കുട്ടികളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ പത്രക്കെട്ടുകൾ എടുത്ത് വീടുകൾ തോറും വിതരണം ചെയ്യുമായിരുന്നു. അത്ര സമ്പന്നമൊന്നും ആയിരുന്നില്ല അവന്റെ കുടുംബം, വലിയ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ജീവിതമൊക്കെ വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു. ആ കുഞ്ഞിനെ കണ്ടാൽ ആരും തന്നെ പറയുമായിരുന്നില്ല, കുറെ നാളുകൾക്ക് ശേഷം ആ കുട്ടി ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന കുട്ടിയാണ്. ഒരു സാധാരണ കുട്ടിയായിരുന്നു. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കും, പക്ഷികളെ നോക്കും, പറക്കുന്ന വിമാനങ്ങളെ നോക്കും. അപ്പോഴെല്ലാം അവന്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു നാൾ എനിക്കും ഈ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും അല്ലേ? നമുക്ക് അങ്ങനെയാണോ? നമ്മൾ എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ജീവിതത്തിൽ എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ജീവിതം കുറച്ചുകൂടെ അർത്ഥവത്താവണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ മെച്ചമാകണം എന്നുള്ളതൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? ഡിയർ ഫ്രണ്ട്സ്, അതാണ് പോസിബിലിറ്റിയുടെ ഒരു തുടക്കം. നമുക്കുണ്ടാവുന്ന ഓരോ നേട്ടവും ഒരു ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വിജയവും ഓരോ സ്വപ്നത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പലരും സ്വപ്നം കാണും, എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്നത്. കാരണം ഈ യാത്രയിലെല്ലാം ഭയം അവരെ തേടിയെത്തും. ഞാൻ പരാജയപ്പെട്ടാൽ എനിക്ക് ചുറ്റിലുള്ള ആളുകൾ എന്തായിരിക്കും എന്നെ പറയുന്നത്? അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഞാൻ ഇതിനിടയിൽ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്നെ പഴിക്കുമോ? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്നത്. സത്യം പറഞ്ഞാല് മനുഷ്യരുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നത് പരാജയങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ഭയമാണ്. നമ്മുടെ കഥയിലെ കുട്ടിക്കും അതേ ഭയങ്ങൾ ഉണ്ടാകാമായിരുന്നു അല്ലെ? എന്നെ പോലെയുള്ള ഒരാൾക്ക്, ഈ ജീവിത സാഹചര്യങ്ങളുള്ള ഒരാൾക്ക് ഇതൊന്നും സാധ്യമല്ല, അത് ആ കുട്ടിക്ക് കരുതാമായിരുന്നു. പക്ഷെ ആ കുട്ടി അങ്ങനെ ചിന്തിച്ചില്ല, തികച്ചും വ്യത്യസ്തമായി ചിന്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവന്റെ കഥ വ്യത്യസ്തമായി നിൽക്കുന്നത്. സാധ്യത, പോസിബിലിറ്റി എന്നത് ഇപ്പൊ കാണുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഇനി ഉണ്ടാകാനിരിക്കുന്നതിനെ കുറിച്ച് കാണാനുള്ള കഴിവാണ്. നമ്മൾ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ ഹേമലത മാം പറഞ്ഞതുപോലെ തന്നെ ഒരു വിത്ത് കാണുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ വിത്ത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ പ്രകൃതി കാണുന്നത് അതിനുള്ളിൽ ഒരു വലിയ വൃക്ഷത്തെയാണ്. എന്നാൽ നമ്മളൊരു വൃക്ഷത്തെ കാണുമ്പോൾ ആ വൃക്ഷത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ആ വൃക്ഷം പടർന്നു പന്തലിച്ചൊരു വനത്തിലേക്കുള്ള ഒരു സാധ്യത, ഒരു വനമായി മാറാനുള്ള സാധ്യത അതവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരിലുള്ള കഴിവുകൾ. നിങ്ങളുടെയും എന്റെയൊക്കെ ഉള്ളിൽ ഓരോ കഴിവുകളുണ്ട്, വെളിപ്പെടാത്ത കഴിവുകളും ശക്തികളും സാധ്യതകളും ഉണ്ട്. അപ്പൊ കഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ കുട്ടി വളർന്ന് ഒരു യുവാവായി മാറി. ആ യുവാവിന് ശാസ്ത്രത്തിനോട് വല്ലാത്തൊരു കൊതിയായിരുന്നു. പഠനത്തോടുള്ള അഭിനിവേശവും അങ്ങനെ വർദ്ധിച്ചു കാലങ്ങൾ പോകുന്തോറും. സ്വപ്നങ്ങൾ ഒത്തിരി വലുതായി. പക്ഷെ ഇടയിലുള്ള ജീവിതം ഒന്നും അത്ര എളുപ്പമായിരുന്നില്ല. പരാജയങ്ങൾ വന്നു, നിരാശകൾ വന്നു, പല കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇതിനിടയിൽ? നമുക്ക് പരാജയം നേരിടുമ്പോഴേ സാധാരണ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മളൊരു കാര്യത്തിലേക്ക് പോയി,
നമുക്ക് അവിടെ പരാജയം വന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യാറില്ലേ? സാധാരണ ആളുകളാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും, അല്ലെ? പിന്മാറും. പലരും ആ സ്വപ്നം തന്നെ വേണ്ടാന്ന് വെച്ചേക്കാം. എന്നിട്ട് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. എനിക്ക് ഇന്ന കാരണം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, എന്റെ സാഹചര്യങ്ങൾ, എന്റെ അവസ്ഥ അതായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തെ മറികടന്ന് വിജയിക്കുന്ന ആളുകൾ, അവരാണ് വ്യത്യസ്തരായിത്തീരുന്നത്. അവർ പരാജയത്തെ ഒരിക്കലും അതിന്റെ ഒരു ഒടുക്കം, ഒരു അവസാനമായിട്ട് കാണില്ല. ആ ഫാളിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് അവരൊരു ലെസൺ ആയിട്ടെടുക്കും, ഒരു പാഠമായിട്ടെടുക്കും. അതിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് സക്സസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണും. അവിടെയാണ് വിജയിക്കുന്നവർ വ്യത്യസ്തരാകുന്നത്. നമ്മുടെ കഥയിലെ കുട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവായി മാറി ഇന്ത്യയുടെ ഒരു വലിയ ശാസ്ത്ര പദ്ധതിയുടെ നേതൃത്വം ഏറ്റെടുത്തു. വർഷങ്ങളോളമുള്ള പരിശ്രമം, ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ അധ്വാനം, രാജ്യത്തിന് ഏറെ പ്രതീക്ഷ. എന്നാൽ ആ പദ്ധതി പരാജയപ്പെട്ടു. നമ്മളായിരുന്നെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ അതിൽ നിന്ന് കൈവിട്ടു പോവോ, ഒളിച്ചോടി പോവോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവോ? നമ്മുടെ കഥയിലെ കുട്ടി, ആ യുവാവ് ഇതൊന്നും ചെയ്തില്ല. പകരം ആ വീഴ്ചയിൽ നിന്നും, ആ പരാജയത്തിൽ നിന്നും അദ്ദേഹം പഠിച്ചു, അദ്ദേഹത്തെ തിരുത്തി. എന്റെ പരാജയങ്ങളിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട് എന്നെ ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം സാധ്യതകളിൽ, പോസിബിലിറ്റിയിൽ വിശ്വസിക്കുന്നവർക്ക് പരാജയം ഒരിക്കലും ഒരു തടസ്സമല്ല, അത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. ജീവിതം എപ്പോഴും നമ്മളെ തടയാനല്ല പലപ്പോഴും പരീക്ഷിക്കുന്നത്, നമ്മളെ വളർത്താനാണ്. പരീക്ഷണങ്ങൾ തരുന്നത് ആ പരീക്ഷണങ്ങളിൽ നിന്ന്, ആ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരാനാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ നാളത്തെ ശക്തികളായി മാറാം. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന നമ്മുടെ നാളത്തെ പ്രചോദനമായി മാറാം. നിങ്ങൾ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു എങ്കിൽ നാളെ അത് മറ്റൊരാളുടെ ജീവിതത്തിന് വെളിച്ചമാകുന്ന കഥകളായി മാറാം, അല്ലെ? നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ തടസ്സം വരല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളുള്ള ഒരു ചെറിയൊരു തടസ്സം, വളരെ ചെറിയൊരു തടസ്സം, ആ തടസ്സത്തിന് നമ്മളെ തടയാൻ സാധിച്ചില്ല എങ്കിൽ, ആ തടസ്സം നമുക്ക് ശക്തിയാണ് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങളെ കൂടുതൽ ശക്തരാക്കി അടുത്തൊരു തലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ, അതാണ് പോസിബിലിറ്റിയുടെ പവർ, അല്ലെ? നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കണേ? എല്ലാ പ്രശ്നങ്ങളും എന്നിലേക്ക് തന്നെ, അപ്പുറത്തു കൂടെ പ്രോബ്ലം ആണെങ്കിലും ഇങ്ങോട്ടേക്ക് ചാടിക്കയറി, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കണേ? നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെ? എന്നാൽ പോസിബിലിറ്റീസ് ചോദിക്കുന്നത്, ഞാൻ ആ വീഴ്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ആ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ പറ്റുക, ഞാൻ എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ കഥയിലെ കുട്ടിയും അത് തന്നെയാണ് ചെയ്തത്. വർഷങ്ങൾ കടന്നുപോയി. ആ പത്ര വിതരണം ചെയ്തിരുന്ന കുട്ടി ഒരു ശാസ്ത്രജ്ഞനായി മാറി, ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രചോദനമായി മാറി, ഇന്ത്യയുടെ അഭിമാനമായി, പിന്നീട് രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കഥയാണ്, അല്ലെ? ഒരു ചെറിയ പത്ര വിൽപ്പനക്കാരനിൽ നിന്ന് തുടങ്ങി രാജ്യം ആദരിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനപാത്രമായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. എന്നാൽ അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം രാഷ്ട്രപതി ആയതിലൊന്നുമല്ല, കുഞ്ഞുനാളിലേ മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഉറച്ച തീരുമാനം, തന്റെ കഴിവിലുണ്ടായിരുന്ന വിശ്വാസം, വീഴ്ചകളിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആത്മവിശ്വാസം, ആ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയത്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും അതുപോലെ തന്നെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഇന്ന് ആരാണെന്നതിലല്ല, നമുക്ക് നാളെ എന്തായി തീരാൻ കഴിയും, അതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സെഷനൊക്കെ തീർത്തിട്ട് പോകുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്താണെന്നുള്ളതിലല്ല കാര്യം. നാളെ എനിക്ക് വേണ്ടി മറ്റിടങ്ങൾ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ആ ഇടങ്ങൾ കണ്ടെത്തുകയും അങ്ങോട്ടേക്ക് നടന്നെടുക്കുകയുമാണ് വേണ്ടത്. തീർച്ചയായും ആ ഒരു ആശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായും
ആ ഇടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആ പോസിബിലിറ്റിയെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതും പോസിബിലിറ്റിയിലേക്ക് നടന്നെടുക്കാനുള്ള ആത്മവിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദ പവർ ഓഫ് പോസിബിലിറ്റി. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് പവർ ഓഫ് പോസിബിലിറ്റി ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് ഓടിയെത്താൻ വേണ്ടി ഞാൻ ചെറിയൊരു അക്രോണിം പറഞ്ഞു തരാം. പോസിബിലിറ്റിയോടനുബന്ധിച്ച് പവർ, POWER, power. Here P stands for purpose. എന്താണ്? നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്, ഞാൻ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, എന്തിലേക്കാണ് ഞാൻ എത്തിച്ചേരേണ്ടത്, അവിടെ ഒരു പർപ്പസ് ഉണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ നേടണമെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ആ ലക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിന് ഒരു മാർഗം, ഒരു ഡിറക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. സോ P stands for purpose. Next O stands for opportunity. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ഒബ്സ്റ്റക്കിൾസും ഓരോ ചലഞ്ചസും നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്, പാഠങ്ങളാണ്. ലേൺ ടു സീ ദ പോസിബിലിറ്റീസ്. മറ്റുള്ളവർ ആ ചലഞ്ചിനെ അല്ലെങ്കിൽ അതിനെ ഒരു പ്രോബ്ലമായിട്ടായിരിക്കും, ആ ഒബ്സ്റ്റക്കിളിനെ കാണുന്നത് ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും. പക്ഷെ നമ്മൾ കാണേണ്ടത്, നമ്മൾ വിജയത്തിലേക്ക് അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ. നമ്മൾ ആ ചലഞ്ചസിനെ നോക്കി കാണേണ്ടത് പോസിബിലിറ്റീസ് ആയിട്ടാണ്. ഓരോ ചലഞ്ചസും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. Then W stands for willpower. Success is not about ability alone. ഒരാളുടെ കഴിവിൽ മാത്രം ഒന്നുമല്ല സക്സസ് ഇരിക്കുന്നത് അല്ലേ. പക്ഷെ ഒരു ഡിറ്റർമിനേഷൻ, ഞാൻ അതിലേക്ക് എത്തിച്ചേരും, എനിക്ക് അതിലേക്ക് എത്തിച്ചേരണം, ആ ഇടം എന്നെ തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ, നമ്മൾ ഉറച്ച തീരുമാനത്തോടെ അതിലേക്ക് അടുക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു ശക്തി, ആ ഒരു നമ്മളിൽ തന്നെയുള്ള ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു വിശ്വാസം, അതാണ് വിൽ പവർ. Then E stands for effort. നമുക്കൊരു ഇടമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി, നമുക്ക് കഴിവുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കണ്ടെത്തി, ഇതെല്ലാം അവിടെയുണ്ട്, ഞാൻ മിണ്ടാതിരിക്കാം, ആ ഇടം എന്നെ തേടി വരും എന്നോർത്താൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഫേർട്ട് ഇടണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമുക്ക് കിട്ടാവുന്ന പോസിബിലിറ്റീസ് എല്ലാം നമ്മൾ തേടി പിടിക്കണം, എല്ലാ ഓബ്സ്റ്റക്കിൾസിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള ശക്തി നമ്മൾ ആർജിച്ചെടുക്കണം. ആ എഫേർട്ട്, കൺസിസ്റ്റന്റ് എഫേർട്ട് ആൻഡ് ആക്ഷൻ, അതായിരിക്കണം നമ്മളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് എടുക്കേണ്ട E എന്ന് പറയുന്ന എഫേർട്ട്. Then the last letter that stands for resilience. ഓരോ വീഴ്ചയിൽ നിന്നും, ഓരോ പരാജയങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എഴുന്നേൽക്കുകയും വീണ്ടും അതേ വേഗത്തിൽ തന്നെ ഓടാനുള്ള ശക്തിയും, ഓരോ സ്റ്റെപ്പ് ബാക്സിനെയും നമ്മൾ പുറകോട്ട് തള്ളി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ആർജവിച്ചെടുക്കുക, ആ എബിലിറ്റിയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ദ പവർ ഓഫ് പോസിബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ പവർ എന്നുള്ള വേർഡിന് നിങ്ങളൊരു മുൻതൂക്കം കൊടുക്കുക. പവർ, P stands for purpose, O stands for opportunity, W stands for willpower, E stands for effort, and R stands for resilience. So I'd like to conclude with a beautiful quote from Dr. Kalam. Dream, dream, dream. Dreams transform into thoughts, and thoughts result in action. So dream boldly, believe deeply, act courageously, and never underestimate the power of possibility. Thank you for listening me. Thank you very much. കുറച്ച് ഫാസ്റ്റായി പോയോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, താങ്ക് യു സബീന മാം. ഈ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുന്ന പവർ ഓഫ് പോസിബിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഓൾ ആർ വെൽക്കം. ഓക്കെ, സബീല ജി. Hi sir, good evening. ഓക്കെ, APJ അബ്ദുൽ കലാമിന്റെ ഞാൻ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നുള്ളത്.
അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഇന്നിപ്പോൾ ഏറ്റവും നാട്ടിൽ കാണുന്ന പ്രശ്നം എന്താ അറിയാം? ഈ പറയുന്ന പ്രബുദ്ധരായ പാരൻസ് ആണ് ആ പിള്ളേരുടെ വളർച്ച ഒരു വിധത്തിലും ശരിയാക്കാതെ അവർക്ക് അവരുടെ ടാലന്റും ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അവരായിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആ APJ അബ്ദുൽ കലാമിന്റെ ഭാഗ്യം അങ്ങയുടെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ഒന്നും വലിയ പഠിത്തമൊന്നുമില്ലായിരുന്നു. എന്താകണമെന്ന് അവർ യാതൊരു വാശിയും പിടിച്ചില്ല, നിർബന്ധമൊന്നുമില്ല. അത് ആദ്യത്തെ ഭാഗ്യം. രണ്ടാമത്തത്, ആ സ്കൂളിലെ ടീച്ചേഴ്സ് ചിലരൊക്കെ ബ്രാഹ്മിൻസ് ആയിരുന്നു. അവര് അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളിയുടെ സംശയങ്ങൾ കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ വീട്ടിൽ നിന്നുള്ള പുസ്തകം വായിക്കാനെ കൊടുത്തു. അങ്ങനെ പുള്ളിയുടെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ ടീച്ചേഴ്സാണ്, പ്രത്യേകം പേര് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നല്ലൊരു ശതമാനം സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം നോക്കുകൂലിക്കാരാണ്. യാതൊരു വിധത്തിലും വല്ല സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വഴക്ക് പറയും. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഇഗ്നറൻസ് എക്സ്പോസ്ഡ് ആവുന്നുള്ളതൊക്കെ. അങ്ങനെ നേരത്തെ പറഞ്ഞ വിത്ത് നന്നായിട്ട് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നല്ല വളമിടണം, വെള്ളം ഒഴിക്കണം. ഇത് ആദ്യമേ തന്നെ ചൂട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിത്ത് അപ്പം തന്നെ തീർന്നു, അതിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം പോയി കിട്ടി. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന റിയാലിറ്റി. ഞാൻ ഈ പറയുന്നത് കുറച്ച് എല്ലാവരും ഒന്ന് പതുക്കെ ഒന്ന് ചിന്തിക്കുക. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, വെറുതെ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതല്ല. ആ റിയാലിറ്റിയെ അതേപോലെ ഞാൻ പറയുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ദി മെനി സീഡ്സ് എല്ലാം മുളയ്ക്കാതെ നശിച്ചു പോകാൻ കാരണം ഈ പറയുന്ന മെജോറിറ്റി, ഞാൻ ആൾ എന്ന് പറയുന്നില്ല, ഞാൻ ആൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ജനറലൈസ് എന്ന് പറയും. മെജോറിറ്റി ഓഫ് ദി പാരൻസ്, മെജോറിറ്റി ഓഫ് ദി ടീച്ചേഴ്സ്, അവർ ഈ വിത്തുകൾ ഒന്നിനെ മുളയ്ക്കാൻ ഇല്ലാത്ത രീതിയിൽ ഒരു പരുവത്തിലാക്കി തരും. അതിൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഓൾ പാസ്, 8ാം ക്ലാസ് വരെ എല്ലാവരെയും പാസ്സാക്കുക. അതെങ്ങനെ ശരിയാവും? അവരുടെ ന്യൂനതകളൊക്കെ പരിഹരിക്കണ്ടേ? ഇല്ല. SSLC 99% പാസ്. എങ്ങനെ പാസ്സാകുന്നത്? ആ മറ്റേ എഡ്യൂക്കേഷൻ സെക്രട്ടറി IAS, അദ്ദേഹത്തിന്റെ പേര് ഷാഫിലോ എന്നായിരുന്നു, 2 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞാണ്, ഈ A+ കിട്ടിയ മികർക്ക് അവരുടെ സ്വന്തം പേര് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു വിദ്യാഭ്യാസ സമ്പ്രദായവും. അതുകൊണ്ട് വിത്തുകൾ മിക്കതും മുളയ്ക്കത്തില്ല. ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. Thank you so much, sir. Thank you. സബീന മാം, പവർ ഓഫ് പോസിബിലിറ്റി ഞങ്ങൾക്ക് നല്ല പവർ തന്നു. വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ആക്ച്വലി ആ നമ്മുടെ പ്രസിഡന്റിന്റെ ആ കഥ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. വളരെ നല്ല കഥ. ആ കഥയുടെ ഇടയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ആ കഥ അവസാനിപ്പിച്ചു. വളരെ നല്ലൊരു നറേഷൻ ആയിരുന്നു. പിന്നെ ആക്രോണിം പവർ നല്ല ഇൻസ്പയറിംഗ് ആയിരുന്നു. അങ്ങനെ ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നത് മാം നന്നായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. വളരെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല ഇനി കുറ്റങ്ങളായിട്ട്. താങ്ക് യു. Thank you, ma'am. Thank you so much. സബീല മാം, Yes, sir. സൂപ്പർ സെഷൻ ആയിരുന്നു. ഇതുപോലെ നമ്മളെ മനസ്സിൽ വേണ്ടത് ഒരു പോസിബിലിറ്റി എന്താണെന്നുള്ള ഒരു ചിന്തയാണ് വേണ്ടത്. പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ചിന്തയാണ് മനസ്സിൽ വേണ്ടതെന്ന് നല്ലൊരു സ്റ്റോറിയിലൂടെ പറഞ്ഞു തന്നു. നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് APJ അബ്ദുൽ കലാം സാറിന്റെ കഥ പറഞ്ഞു. പിന്നെ മാത്രമല്ല, പ്രസന്റേഷൻ നല്ല പവർഫുൾ ആയിരുന്നു, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻ. Thank you, sir. Thank you so much. Good evening, Sabila ma'am. Good evening, ma'am. Congratulations, ma'am. നല്ല രീതിയിൽ പവർ ഓഫ് പോസിബിലിറ്റി. എനിക്ക് സത്യത്തിൽ ആദ്യം ഇത് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ വിശദീകരിച്ച് അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാമിന്റെ ജീവിതകഥ മുഴുവനും ചെറുപ്പം തൊട്ട് പത്രം
കൊണ്ടു കൊടുക്കാൻ പോയിടം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങളിലും ആ പവർ എന്താണെന്നുള്ളൊരു നല്ലൊരു അക്രോണിം, പർപ്പസ്, ഓപ്പർച്യൂണിറ്റി, വിൽ പവർ, എഫോർട്ട് ആൻഡ് റെസിലിയൻസ്, നല്ല ഒരു നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് നല്ല കരുത്ത് നൽകുന്ന, അതുപോലെ നല്ല ബോൾഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. കൺഗ്രാറ്റ്സ് മാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സബീല മാം, നല്ല പവർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ ഹേമ മാമിന്റെ ഇത് കേൾക്കാൻ വിട്ടുപോയി, സോറി. ഞാൻ റെക്കോർഡിംഗ് വരുമ്പോ കേട്ടോളാം. ഞാൻ പുറത്തായിരുന്നു, അങ്ങോട്ട് വന്ന് കയറി അപ്പൊ തന്നെ വെച്ചപ്പോ സബീല മാമിന്റെ കഥയായിരുന്നു, നല്ല കഥയായിരുന്നു, നല്ല പവർഫുൾ സ്പീച്ച് ആയിരുന്നു. എനിക്ക് മാമിന്റെ സ്പീച്ച് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല നമുക്ക് എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ളത് മാമിനെ കണ്ട് പഠിക്കാൻ തോന്നും, കാരണം അത്രക്ക് എനിക്ക് ഇഷ്ടമാണ് അത്. പിന്നെ കഥ പറഞ്ഞ് നമുക്ക് എക്കണോമിയായ പവർ എങ്ങനെയാണ്, എന്നും എന്തെങ്കിലും ഒരു ടേക്ക് അവേ നമുക്ക് ഇങ്ങനെയുള്ള സ്പീച്ചുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവും. ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഒരു പവർ എനിക്ക് കിട്ടി. അതൊരു നല്ല ടേക്ക് അവേ ആണ്. നല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു മാം. അസില മാം, എനിക്ക് തോന്നുന്നു ഇൻട്രോ സമയത്ത് വീഡിയോ ഓഫ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? പിന്നീട് എനിക്ക് തോന്നി ഓഫ് ആണോന്ന്. അതെ, അതെ, ഞാൻ ഓടി യാത്രയിലായിരുന്നു. എത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടായിരുന്നു ഞാൻ ആ, വിചാരിച്ചത്. ഞാൻ അറിഞ്ഞിട്ടില്ല അത്. പിന്നെ നോക്കിയപ്പോ എനിക്ക് തോന്നി വീഡിയോ ഓഫ് ആണോന്ന്. അതെല്ലാം കഴിഞ്ഞു നോക്കുമ്പോ അതുവരെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഇൻട്രോ വളരെ നന്നായിരുന്നു. പക്ഷേ ആദ്യം നെറ്റിന് എന്തോ പ്രശ്നം വന്നല്ലോ, നെറ്റിന് എന്തോ പ്രശ്നം വന്നു. പിന്നെ ഇങ്ങനെ കയറാൻ പറ്റാതെ നോക്കിക്കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് സമയം വൈകിയോ എന്ന് വെച്ച് വേഗം തുടങ്ങി. അപ്പൊ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു. പിന്നെ തോന്നി വീഡിയോ ഇല്ലായിരുന്നു. വീഡിയോ അറിഞ്ഞില്ല. സാരമില്ല, കേൾക്കാമല്ലോ, അത് മതി. പക്ഷെ നന്നായിട്ട് പക്ഷെ അത് പറഞ്ഞു. ശ്രദ്ധിക്കണം അല്ലേ, നമ്മള് വീഡിയോ ഇല്ലാതെയാണോ ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്. ഇന്ന് പക്ഷെ ആ സമയത്തൊരു ഡെഫിനറ്റ്ലി നെറ്റിന്റെ നമ്മൾ ഇടയിൽ പറയാൻ പറ്റില്ലല്ലോ. അതിന് മാമിന് അതൊരു ഡിസ്റ്റർബൻസ് ആവോ, ഓഫ് ചെയ്താണോ നമുക്കും ഉറപ്പില്ല. ഓഫ് ചെയ്തല്ല, ഞാൻ അറിഞ്ഞില്ല. പിന്നീട് എനിക്ക് തോന്നി ഓഫ് ആയിരുന്നു ആവോ. സാരമില്ല, ഇനി മനസ്സിലായല്ലോ ഇങ്ങനെ ചാടി കയറി തുടങ്ങുമ്പോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാമെന്ന്. ഇനിയിപ്പോ ആരാ ഇതിൽ? ആൻമാം ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. Good കേക്കുണ്ടോ? ആ ഞാനും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ വേണോ പറയണോ എന്ന് ആലോചിച്ചത്. എന്തായാലും ഹേമലത മാമിന്റെ ഞാനും ശ്രദ്ധിച്ചു, വീഡിയോ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ പെട്ടെന്ന്, അപ്പൊ ഞാൻ വിചാരിച്ചു നെറ്റ് ഇഷ്യൂ കാരണം മാം തന്നെ ഓഫ് ചെയ്തതാണോ എന്ന് വിചാരിച്ചു ആദ്യം. എനിവേ കുറച്ചൊക്കെ കേട്ടു, നന്നായിരുന്നു. പിന്നെയും സബീല മാമിന്റെയും സൂപ്പർ ആയിരുന്നു ആസ് യൂഷ്വൽ. ദ വേ യു പ്രസന്റ് യുവർ ടോപ്പിക് ഇസ് ഓൾവേസ് വെരി ഗുഡ്. വെരി നൈസ് മാം. താങ്ക് യു. Thank you, ma'am. Congrats to both of you. Thank you. ഞാൻ ഏതായാലും ഒരു കൊച്ചു കഥ പറയാം. എങ്ങനെ ഞാൻ ഒരാളുടെ ഭാവി, ഒരാളെ സേവ് ചെയ്തെന്നുള്ളത്. ഇത് ഞാനൊരു ആൾമോസ്റ്റ് ഒരു 48 കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് ഞാൻ വളരെ യങ് ഡോക്ടറാണ്, നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 വീടിനപ്പുറത്തുള്ള വീട്ടിലെ അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മകനെയും വിളിച്ചോണ്ട് വരുന്നു. വിളിച്ചോണ്ട കാരണം SSLC പരീക്ഷ അവൻ തോറ്റു, 2 തവണ എഴുതി തോറ്റു. അത് കാരണം എൻ്റെ അടുത്തൊന്ന്, ഡോക്ടറെ നല്ലൊരു ടാണിക്ക് എഴുതി കൊടുക്കണം കേട്ടാ, അവന് ഒന്ന് പഠിച്ച് എല്ലാം ഓർമ്മയില്ല എന്ന് പറയുന്നു, ഒരു ഓർമ്മശക്തി എല്ലാം കൂട്ടാനായിട്ട് ഒരു നല്ലൊരു ടാണിക്ക് ഒന്ന് എഴുതി കൊടുക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് ടാണിക്കൊന്നുമില്ല. എന്നിട്ട് ഞാൻ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ചുമ്മാ കളിച്ച് ഈ മറ്റേ ഈ റേഡിയോ എല്ലാം തുറന്നു നോക്കുന്നുണ്ട്, ഈ പാനെല്ലാം അയച്ച് അവിടെ മറ്റേ ബൾബ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു. അവൻ്റെ പേര് ഗിരി, ഇതാണ് ഗിരി. അപ്പം ഞാൻ ഗിരിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഗിരി എന്താണ് ഗിരിയുടെ താല്പര്യം? അവൻ പറഞ്ഞു അവനൊരു ഇലക്ട്രീഷ്യൻ ആകണം. അപ്പോൾ അവൻ തന്നെ സെൽഫായിട്ട് ബുക്കുകളെല്ലാം വായിച്ചിട്ട് ഉള്ള ഫാൻ വല്ല ശരിയായില്ലെങ്കിൽ, ലൈറ്റ് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം നോക്കുന്നതാണ് അവൻ്റെ ക്യൂരിയോസിറ്റി, ഇൻട്രസ്റ്റ്.
അപ്പോൾ ഞാൻ അവന്റെ ഗിരിയുടെ അച്ഛൻ്റെ ഞാൻ പറഞ്ഞു, അവന് ഇതാണ് ഇൻട്രസ്റ്റ്, അവന് ഈ IT വല്ല അയച്ചുകൂടെ? അതെന്താണ് ഡോക്ടറെ, ഒന്ന് പഠിച്ച ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണ്ടേ? ഒരു ഇതിനൊക്കെ ഡിഗ്രി എടുത്തില്ലെങ്കിൽ അതെങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞു, അവന് എന്തിന് ഡിഗ്രി വേണം? ഈ IT പോയാൽ മതിയല്ലോ. അച്ഛന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ അഡ്വൈസ്. ചില പുള്ളിക്കാരൻ ഞാൻ വല്ല ടോണിക്കും കൊടുത്തോ എന്തെങ്കിലും ആയിട്ടൊക്കെ അവനെ ഒരു ഡിഗ്രി എടുപ്പിക്കുന്നുള്ള കണക്ക്. എന്തായാലും പോയി. 6 മാസം കഴിഞ്ഞ് വീണ്ടും തോറ്റു SLC. അപ്പോൾ ഞാൻ വഴി വെച്ച് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ഗിരി ഇപ്പം എങ്ങനെ എന്ത് ചെയ്യുന്നു? ഇത്തവണ തോറ്റു ഡോക്ടറെ. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും അവനെ IT വിടണേ എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടുകൂടി അവനെ IT വിട്ടു. തിരുവനന്തപുരത്ത് പേട്ടയിലാണ് ITI. അവനവിടെ ചെന്നു. ഇവനെ ഇനിയിപ്പോൾ എന്നെ ഒരുപാട് ഈ മലയാളത്തിലുള്ള ബുക്കുകളെല്ലാം എടുത്ത് വായിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രീഷ്യൻ്റെ ഈ പണി ചെയ്യുന്ന ആ പണി ചെയ്യുന്നതാണ്. അവനവിടെ കോഴ്സിൽ തന്നെ അവൻ ബെസ്റ്റായിട്ട് ടോപ്പറായിട്ട് നന്നായിട്ട് ഇത് ചെയ്തു. ഇറങ്ങി വന്നവിടെ തന്നെ തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ്, ട്രിവാൻഡ്രം റബ്ബർ വർക്ക്സിൽ അവിടെ ഒരു ജോലി ഇലക്ട്രീഷ്യൻ്റെ. ഇവൻ അപ്ലൈ ചെയ്തു. ആ ഇൻ്റർവ്യൂ ഉള്ളവർ ഇവനെ കണ്ടു ചോദിച്ചു, നിനക്ക് ഇത് ചെയ്യാൻ അറിയാം? അവൻ പറഞ്ഞാൽ അറിയാം. എന്നൊന്ന് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞു. അവൻ ചെയ്ത് കാണിച്ചു. ബിക്കോസ് അവൻ അതിൽ പഠിക്കാൻ പോയത് ഔട്ട് ഓഫ് പാഷൻ. ആ പാഷനോടുകൂടി പോയത് കാരണം അവന് നന്നായിട്ട് അറിയാം. ജോലി കിട്ടി. ഗവൺമെന്റ് ജോബ് ട്രിവാൻഡ്രം റബ്ബർ വർക്ക്സിൽ അവന് കിട്ടി. ആ സമയത്താണ് ഗൾഫ് ബൂം വന്നിട്ട് ഒരുപാട് നാട്ടിലുള്ള ഈ ആശാരിമാരും ഈ കൊത്തൻ പണി, കൺസ്ട്രക്ഷൻ, ഇവരെല്ലാം ഇലക്ട്രീഷ്യൻസ് എല്ലാം ഗൾഫിലോട്ട് പോവുകയാണ്. അപ്പോൾ നാട്ടിൽ കെട്ടിടപ്പണിയിൽ ചെയ്യാനായിട്ട് ആളെ കിട്ടാനില്ല, ഇലക്ട്രീഷ്യനെ കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അവൻ്റെ സ്വന്തം ഡ്രൈവിൽ അവൻ എവിടെയെങ്കിലും ഒരു കെട്ടിടമുണ്ടെങ്കിൽ, പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അതിൻ്റെ ആരാണ് ആ ഓണർ എന്ന് കണ്ടിട്ട് പറയും, ഈ ഇലക്ട്രീഷ്യൻ ഇവിടുത്തെ ഇതെല്ലാം ഞാൻ ചെയ്യാം, ഇത് ഈ ഫാനും മറ്റെല്ലാം. അവർ നോക്കിയൊരു കൊച്ചു പയ്യൻ, നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല സാറേ, എന്നെ കൊണ്ട് പറ്റും. എന്നാൽ നീ ഞങ്ങളുടെ വീട്ടിലെ ഫാൻ ഒന്ന് ശരിയാക്കി നോക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു ഫാനുണ്ട് ഓടാതിരിക്കുന്നത്, നീ അതൊന്ന് ശരിയാക്കി തരാം. ഇവൻ അവിടെ ചെന്ന് അത് ഫിക്സ് ചെയ്തു. ഉടനെ അവർ കൺവിൻസ്ഡ് ആയി. അവൻ ബാക്കിയുള്ളവർക്ക്, അന്ന് ഞാൻ പറയുന്നത് 76, 77 ആ പീരീഡിൽ വേറെ ആൾക്ക് ഒരു 1000 രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ 400 രൂപയ്ക്ക് ഇവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും ലാഭം. ഇവനാണെന്നുണ്ടെങ്കിൽ റബ്ബർ വർക്സിൽ വരുമാനമുണ്ട്. അതല്ലാതെ സൈഡ് ഇതായിട്ടാണ് വൈകുന്നേരം ശനിയും ഞായറും ചെന്ന് ചെയ്യാണ്. അങ്ങനെ അവിടെ തിരുവനന്തപുരത്തിനുള്ള കുറേ കെട്ടിടങ്ങളിൽ ഇവൻ ഇലക്ട്രീഷ്യൻ പണിയും ചെയ്തു, വരുമാനം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവൻ കൊച്ചിൻ മറ്റേ പോർട്ട് ട്രസ്റ്റിൽ അവിടെ ഒരു ജോലി വന്നോണ്ട് ഇവൻ അവിടെ അപ്ലൈ ചെയ്തു, അവിടെ കിട്ടി. കൊച്ചിയിൽ ചെന്നിട്ട് അവൻ ഒരുപാട് സമ്പാദിച്ച് സ്വന്തമായിട്ട് വീടും ഇതെല്ലാം സ്വത്തും എല്ലാം ആയി. അവിടെ ഞാൻ പറഞ്ഞു തന്ന ടേക്ക് ഹോം മെസ്സേജ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു ഒരിക്കൽ, ഇപ്പൊ എന്ത് പറയുന്നു നിങ്ങൾ? അവൻ ITI പോയത് കൊള്ളാമായിരുന്നു. ശരിയാണ് ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞത് ആദ്യമേ കേട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ അവൻ രക്ഷപ്പെട്ടു പോയേനെ. നമ്മൾ ഏതായാലും അവസാനമെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ഇതിൻ്റെയൊക്കെ. അങ്ങനെ ആ ഗിരി എന്നുള്ള ഒരാൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഞാൻ ആ ഗൈഡൻസ് ആണ്, ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വിത്ത് മുളയ്ക്കാനായിട്ട് അവൻ്റെ പൊട്ടൻഷ്യൽ, അവൻ്റെ ടാലൻറ്റ്, അവൻ്റെ ഉള്ളിലുള്ള ആ ഇൻട്രസ്റ്റ്, അതിനെ നശിപ്പിക്കാനായിരുന്നു മിക്കവരും ചെയ്യുന്നത്. ഇത് റിയൽ സംഭവമാണ്. ഇനി സാഡ് പാർട്ട് എന്ന് വെച്ചാൽ, ആ ഗിരി ഒരു 20 കൊല്ലത്തിന് മുമ്പ് അവന് ജോണ്ടിസ് വന്നു, ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് അവൻ മരിച്ചു. ഹി ഡൈഡ് 20 years ബാക്ക്. അപ്പോഴത്തേക്ക് അവൻ സാമ്പത്തികമായിട്ടെല്ലാം വളരെ സ്റ്റേബിൾ, സെക്യൂർ ആയിട്ടാണ് അവൻ മരിക്കുന്നത്. ഇതാണ് ടേക്ക് ഹോം മെസ്സേജ് സ്റ്റോറി. താങ്ക് യു. Thank you, sir. Thank you. Thank you so much. Yes, it was indeed inspiring, isn't it? ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് ഒന്നും ആരും പറയാനില്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പവർഫുൾ ആയി അല്ലേ, പവർ ഓഫ് പോസിബിലിറ്റീസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സബീല മാമിന് അതിമനോഹരമായ ഇൻട്രോ പറഞ്ഞ ഹേമലത മാമിന് ഒരുപാട് നന്ദി. നമ്മൾ ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അപ്പോഴും ഇതുപോലെ തന്നെ ഇന്ന് വന്ന് ഇന്നത്തെ ട്രെയിനറിനെ സപ്പോർട്ട് ചെയ്ത പോലെ അന്നും നിങ്ങൾ എല്ലാവരിൽ നിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Thank you so much. Thank you. Thank you all. Thank you all.
താങ്ക് യു.